ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 3 എന്ന് പറയുന്ന ഹൊറർ ടച്ചുള്ള മലയാളം ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഇന്നാണ് ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടത്. ഈ ഷോർട്ട് ഫിലിം ഏകദേശം 3 ആഴ്ചയായി ഇറങ്ങിയിട്ട് ഏകദേശം 12 ലക്ഷത്തിൽ പരം ആൾക്കാർ ഓൾറെഡി ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഷോർട്ട് ഫിലിമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ കഥയിലോട്ട് വരാം. എന്നത്തെയും പോലെ തന്നെ ഒരു തറവാടാണ് മാണിക്കത്തേര് തറവാട്. ഇന്ന് ആ വീട്ടിനകത്ത് ആരും താമസമില്ല. 18 വർഷങ്ങൾക്ക് മുൻപ് ആ വീട്ടിൽ 3 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതൊരു ദുർമരണമായിരുന്നു. ഇന്നും അതെങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല, എന്താണ് ആ മരണകാരണമെന്നും. അവിടേക്ക് ഇന്നത്തെ അനന്തരാവകാശിയായിട്ടുള്ള അനിലും ആളുടെ ഭാര്യയും കുട്ടിയും കൂടി താമസിക്കാനായിട്ട് വരികയാണ്. ഇവർ വന്നതിന് ശേഷം അവർ ആ വീട്ടിൽ നിന്ന് പോകുന്നത് വരെയുള്ള കഥയാണ് ഈ ഷോർട്ട് ഫിലിമിൽ കാട്ടിയിട്ടുള്ളത്. ഇവിടെ എന്നത്തെയും പോലെ തന്നെ കുറേ ക്ലീശേ കാര്യങ്ങളുണ്ട്. കിടക്കാൻ പോകുമ്പോൾ രാത്രി 11:30 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നു, വെള്ളം കുടിക്കാനായിട്ട് നടന്ന് ഫ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ദൂരെയൊക്കെ നടന്നു പോണത്, എങ്ങും ലൈറ്റ് ഇടുന്നില്ല. അതിനുശേഷം എന്നത്തെയും പോലെ തന്നെ പേടിപ്പിക്കുന്ന കുറേ എലമെൻ്റ് ഉണ്ടാകുന്നു. ക്ലീശയാണ്, പ്രെഡിക്റ്റബിളാണ്. പക്ഷേ അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഫീല് നിലനിർത്താൻ, പ്രെഡിക്റ്റബിൾ പല സ്ഥലത്താണെങ്കിൽ പോലും ഫീല് നിലനിർത്താനായിട്ട് അവർക്ക് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളാ ഒരു ഭയവും പേടിയും ഒക്കെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. സൗണ്ട് വർക്ക് ഇതാക്കുന്നവർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ നിശ്വാസവും നമ്മൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. ഇത് ഹെഡ്സെറ്റ് വെച്ചാണ് കേൾക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു പേടിയിൽ നിന്ന് നമുക്ക് വിട്ടുമാറി നിൽക്കാൻ പറ്റില്ല. അതിന് കൺഗ്രാറ്റ്സ് ആ ഒരു എന്താ പറയുക, ആ ഡിപ്പാർട്ട്മെൻറ്റിന്. ഇതിൻ്റെ അവസാനം, ഈ ഷോർട്ട് ഫിലിമിൻ്റെ അവസാനം ഒരു വലിയൊരു മെസ്സേജ് ഇവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ച വാക്ക് തന്നെയാണ് ആ ഒരു മെസ്സേജ്, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പവർ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ ഒരു സിനിമേനകത്തുണ്ട്. വളരെ ചുരുങ്ങിയൊരു കാര്യം കൊണ്ടിട്ട് വലിയൊരു മെസ്സേജാണ് അവർ നമ്മുടെ മുന്നിലോട്ട് തന്നിട്ടുള്ളത്. ഇതിനകത്ത് മകനായിട്ട് വരുന്ന കുട്ടി ഒരു 3 പേരുടെ പടം വരയ്ക്കുന്നുണ്ട്. ചുവരിലും അതുപോലെ തന്നെ അവൻ്റെ ബുക്കിൻ്റെ ഉള്ളിലൊക്കെ അവൻ പടം വരയ്ക്കുന്നുണ്ട്. ഈ ഒരു പടത്തെ പേടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കഥ മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അവസാനമാണ് ആ ട്വിസ്റ്റ് ഉള്ളത്. ഈ കഥയിനകത്ത് ഒരു സ്ഥലത്ത് പോലും ഇവൻ എന്തുകൊണ്ട് ഈ ഒരു ചിത്രം വരച്ചെന്നോ ഇതിനുള്ള കാരണം എന്തായിരുന്നെന്നോ അവനോട് അവർ ചോദിക്കുന്നില്ല. ഈ കുട്ടി ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ അവിടെ അവൻ്റെ ടീച്ചറാണ് ബുക്കിനകത്ത് ഈ ഒരു പടം വരച്ചിട്ട് ഇവൻ്റെ മാതാപിതാക്കളോട് പറയുന്നത്, ഇവന് 2-3 ദിവസത്തേക്ക് സ്കൂളിലോട്ടൊന്നും വിടണ്ട, സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ടീച്ചറോ അച്ഛനോ അമ്മയോ ആരും കുട്ടീനോട് ചോദിക്കുന്ന ഒരു സീനും ഇല്ല, നീ എന്തിനാ ഇത് വരച്ചേ, നീ എന്താ നിനക്കിത് വരയ്ക്കാനുള്ള കാരണം എന്ന്. അവർ ഒരു കാര്യം ഊഹിച്ചിട്ട് അതങ്ങ് നിറവേറ്റുക, അതിൻ്റെ പുറകെ അങ്ങ് പോവുകയാണ്. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് പലപ്പോഴും നമ്മൾ ഇങ്ങനെ ആയി മാറിയിട്ടുണ്ടാവും, കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് കൊണ്ടിട്ട്. നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഷോർട്ട് ഫിലിം കാണാം. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല കുട്ടികളുടെ എന്താ പറയുക ആംഗിളിലുണ്ടാവുക. അവർ ചിന്തിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും അവരോട് ചോദിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ഒപ്പം ഇരുന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത് ഈ സിനിമേനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ഫിലിമിനകത്ത് അവരെടുത്ത് തന്നെ കാട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും വിഷ്ണുവാണ്, എഡിറ്റിംഗ് അജയ് സത്യനാണ്, മ്യൂസിക് സൂരജാണ്. അതുപോലെ തന്നെ അഭിനയിച്ചിട്ടുള്ളത് അജീഷ പ്രഭാകരൻ, സഞ്ജയ് കെ നായർ, എബിൻ അഭിലാഷ്, ഗോപൻ മങ്കാട്ട്, ജിൻസി ചിന്നപ്പൻ, സുലേഖ, പ്രീത എന്നിവരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്.